ഹലോ, ഗുഡ് മോർണിംഗ് രാജ. നമസ്കാരം കമ്മീഷണർ സാർ. എത്ര മണിക്കാ നിങ്ങളുടെ മുഹൂർത്തം? മുഹൂർത്തം 11:30. എഴുന്നേടാ, ഓൾ സ്റ്റാൻഡ് അപ്പ്. ദിസ് ഈസ് ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ മുഹൂർത്തവും ഏതാണ്ട് ആ സമയത്താ. ഇതിപ്പോ രണ്ടിൽ ഏതെങ്കിലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അല്പം സഹായിച്ചേ ഒക്കൂ രാജ. ഞങ്ങൾക്കിവിടെ വധു ഇല്ല, നിങ്ങൾക്കവിടെ വരനും ഇല്ല. സൂര്യ, പേടിക്കണ്ട, ഞാൻ അവനെ കൊന്നിട്ടില്ല. പക്ഷെ ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ അശ്വതിയെയും കൂട്ടി മുഹൂർത്തത്തിന് മുമ്പ് നീ എന്റെ ഓഡിറ്റോറിയത്തിലെത്തണം. പകരം നിന്റെ സൂര്യ ഞാൻ തിരിച്ചേൽപ്പിക്കും. മഹീന്ദ്രനുമായുള്ള അശ്വതിയുടെ വിവാഹം കൺകുളിർക്കെ കണ്ട് സദ്യയൊക്കെ ഉണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം. എന്താ? എടാ, കളിക്കാം, പക്ഷെ സൂക്ഷിക്കണം. നീ ഒരു ഗോൾ അടിച്ചാൽ മറുഗോൾ 2 നിന്റെ പോസ്റ്റിൽ വീഴും. എടാ, എനിക്ക് കല്യാണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മീശ വടിച്ചിട്ട് ഈ IPS തൊപ്പി വലിച്ചെറിയും. മോനെ, സൂര്യയെ കാണാനില്ല. രാവിലെ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞിറങ്ങിയതാ എന്റെ കുട്ടി. ഇതുവരെ അവൻ നേരിട്ട ശത്രുക്കളെ പോലല്ല ആ കമ്മീഷണറും മഹീന്ദ്രനും. എനിക്കെന്തോ പേടി തോന്നുന്നു. നീയാണെങ്കിൽ ഈ വിലങ്ങൊന്ന് അഴിക്കട. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോടാ. എന്തായാലും സ്വന്തം ജീവനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേട്ടൻ വരും, അശ്വതിയും കൂട്ടി. മുഹൂർത്തം അലങ്കോലപ്പെടാതെ ഞങ്ങൾ നിന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഇവനും ഇവന്റെ പുന്നാര ഏട്ടനും ഓഡിറ്റോറിയത്തിന്റെ മെയിൻ ഗേറ്റ് കടന്ന് തിരിച്ചു പോകാൻ ഇടവരരുത്. ആഭ്യന്തരമന്ത്രിയുടെ മകന്റെ കല്യാണം തടയാനെത്തിയ ഏട്ടനും അനിയനും ജനരോഷത്താൽ കൊല്ലപ്പെട്ടു. മാറിക്ക്, നിങ്ങളൊന്ന് കുറച്ച് പുറകിലേക്ക് മാറിക്ക. വരൂ വരൂ സർ, അകത്തേക്ക് വരും. അശ്വതി, ഐ എം കോൺഫിഡന്റ് മുഹൂർത്തത്തിന് മുമ്പ് അവൻ കൊണ്ടുവന്നിരിക്കും. അശ്വതി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും വരെ പോലീസും മീഡിയ അകത്തേക്ക് കടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർ വരും. Tak dimida.